നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ചാപ്റ്റേഴ്സ് 7 to 9 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ മാത്രം. അതിനുമുമ്പ് ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം, ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. മാത്രമല്ല ഇന്ന് 8:30 വരുന്ന വീഡിയോ നിങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ഗംഭീര വീഡിയോ ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ റെഡി ആക്കിയോ. കിടുകാച്ചി വീഡിയോ വരുന്നുണ്ട് 8:30 കേട്ടോ. വെയിറ്റ് ആൻഡ് സീ. അതായത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ മാത്രം. എത്ര ചാപ്റ്റർ മുതൽ എത്ര ചാപ്റ്റർ വരെ? 7 മുതൽ 9 വരെ. 7ാമത്തെ ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC. എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം? 1, LCR സർക്യൂട്ട്. LCR സർക്യൂട്ട് 4 മാർക്കിനും 3 മാർക്കിനും 5 മാർക്കിനും വരെ ചോദിക്കാം. AC സർക്യൂട്ട് കണ്ടതിന് റെസിസ്റ്റർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി. പവർ ഫാക്ടറിൻ്റെ ഇമ്പിഡൻസിൻ്റെയും ഡെറിവേഷൻ. എന്താണ് പവർ ഫാക്ടർ എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ഇമ്പിഡൻസ് എന്ന് അറിഞ്ഞിരിക്കണം. ഇമ്പിഡൻസ് ട്രയാങ്കിൾ പഠിക്കണം. ട്രാൻസ്ഫോമർ, ഷോർട്ട് ക്വസ്റ്റ്യൻ ഷുവർ. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, അതെങ്ങനെ മിനിമൈസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോക്കിക്കൊണ്ട് പോകണം. ഇനിയും അടുത്തത് 8, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് കണ്ടിപ്പാ പഠിക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും എല്ലാ 7 വേവ്സിൻ്റെയും RMI, VUX, ഗാമ എന്നുള്ള രീതിയിൽ ഓർക്കുക. റേഡിയോ വേവ്സ്, ഇങ്ങനെ അതിൻ്റെ പേരെല്ലാം ഓർത്ത് ആ 7 വേവ്സിൻ്റെയും യൂസസും പ്രൊഡക്ഷനും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ 7 വേവ്സിൻ്റെ യൂസസും പ്രൊഡക്ഷനും, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ IC = ID, കണ്ടക്ഷൻ കറണ്ട് = ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഇത്ര നിർബന്ധമായിട്ട് പഠിക്കുക. ഒരു പ്രോബ്ലം ഉണ്ട്, ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ, അതിനെ നമ്മൾ നിസ്സാരമാക്കരുത്. ഇക്വേഷൻ ഫോർ ട്രാവലിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അന്നേരം EZ = E0 sin k, EX = E0 sin k z - ωt എന്നൊക്കെ പറഞ്ഞ ഇക്വേഷനാണ്. അത് ചില പ്രോബ്ലം ചിലപ്പം ഈ ചാപ്റ്ററിൽ 5 മാർക്കിൻ്റെ പ്രോബ്ലം മാത്രമേ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനകത്ത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് എ ലെൻസ്, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ. 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ക്രിറ്റിക്കൽ ആംഗിൾ, ടോട്ടൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻസ്. ഓക്കെ. essay, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല, റിലേഷൻ ബിറ്റ്വീൻ U ആൻഡ് F വേണ്ട, മിറർ ഫോർമുല, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ഈ പറഞ്ഞ കണ്ടന്റിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. നിങ്ങൾക്ക് മോഡൽ നല്ല ഗംഭീര മാർക്ക് കിട്ടും. അന്നേരം ഓർക്കുക, 8:30 വീഡിയോ വരുന്നത് മിസ്സാക്കരുത്. എന്നൊരു സസ്പെൻസ് ഇട്ട് നിർത്തുകയാണ്. ഗംഭീര വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച വീഡിയോ, നിങ്ങൾക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന വീഡിയോ, അതിൽ കൂടുതൽ പറയാനില്ല. അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മാർക്ക് കിട്ടും, സംശയം വേണ്ട. 1000% ഗ്യാരണ്ടി. മാഷ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗീവ് അപ്പ്.